കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒക്കെ ചേർത്ത ട്യൂട്ടി ഫ്രൂട്ടിയാണ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ വീട്ടിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കത് നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. കമന്റ്സ് ഒക്കെ ഒന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഇതിനു വേണ്ടി നമുക്ക് 1/2 കിലോയുള്ളൊരു കപ്പളങ്ങ എടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അറ്റമൊക്കെ മുറിച്ചിട്ട് തൊലി ചെത്തി കളയാം. ഇനി ഇത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് കുരു കളഞ്ഞെടുക്കണം. ഇനി വീണ്ടും ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് ഈ വെള്ള ഭാഗം നമ്മളൊന്ന് മുറിച്ച് കളയണം. ഇനി ഒന്നുകൂടി നമുക്ക് ഇതിന്റെ കനം കുറയ്ക്കാം. എന്നിട്ട് ചെറുതായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ 1 ലിറ്ററോളം വെള്ളം അടുപ്പത്ത് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കപ്പളങ്ങ ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വെള്ളം പോകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 400 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ലിറ്ററോളം വെള്ളം കൂടി ഒഴിക്കണം. ഇനി ഇളക്കിക്കൊണ്ടിരിക്കാം. പഞ്ചസാര നന്നായിട്ട് നമുക്ക് അലിഞ്ഞു കിട്ടണം. പഞ്ചസാര അലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പളങ്ങ കൂടി ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. കപ്പളങ്ങ നന്നായിട്ട് വെന്ത് നമുക്ക് വെള്ളമൊക്കെ വറ്റി കിട്ടണം. ഇതുപോലെ ഒരു രീതിയിലേക്ക് വരണം. ഇപ്പോൾ കപ്പളങ്ങയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കപ്പളങ്ങ ഒന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കളർ ചേർക്കണം. അതിനു വേണ്ടി 3 പാത്രത്തിലായിട്ട് കപ്പളങ്ങ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറൽ കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾസിൽ നിന്ന് കളേഴ്സ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ആദ്യം നമുക്ക് റെഡ് കളർ ചേർക്കാം. 1 ടീസ്പൂൺ റെഡ് കളർ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് കളർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ യെല്ലോ കളറിന് വേണ്ടി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിത് 3 കളേഴ്സിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സേഫ് ആയിട്ടുള്ള കളേഴ്സാണ്. കുട്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൊടുക്കാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് കളറൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10-12 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. 12 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അതിന് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം റെഡ് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇനി നമ്മൾ വേറൊരു അരിപ്പയിലേക്ക് ഓറഞ്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നിരത്തിയിടാം. പിന്നെ നമ്മൾ മറ്റൊരു അരിപ്പയിലേക്ക് യെല്ലോ ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി നമ്മൾ 4-5 മണിക്കൂർ മാറ്റി വെക്കണം. 4-5 മണിക്കൂർ കഴിഞ്ഞ് ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രങ്ങളിലേക്ക് മാറ്റാം. ഇപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. താങ്ക്